കേരളത്തിൽ പോലീസ് രാജല്ല. കേരളത്തിലെ ജനങ്ങൾ ഭരിക്കാൻ തെരഞ്ഞെടുത്തത് LDF സർക്കാരിനെയാണ്. രാഷ്ട്രീയ നേതൃത്വം ഭരണത്തിന് മുകളിൽ ഉണ്ടാകുന്നത് രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാനും പൗരന്റെ അന്തസ്സ് ഉറപ്പിക്കാനുമാണ്. ഈ സർക്കാരിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു വാചകം പറയാനുള്ളത്, ജനവിരുദ്ധതയിൽ സ്റ്റാലിനെയും ദൂർത്തിന്റെ കാര്യത്തിൽ ചെഷസ്ക്യൂവിനെയും അടിച്ചമർത്തലിന്റെ കാര്യത്തിൽ ഈദി അമീനെയും മാതൃകയാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത്. ജനങ്ങൾ അർഹിക്കുന്നു മാഡം നിങ്ങളെ പോലുള്ള ലീഡേഴ്സിനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി 40ഓളം വാഹനങ്ങളുമായി കുറെ സുരക്ഷാ സൈനികരുമായിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയാണ്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ അവിടുത്തെ SHOയോട്, കുറുവിലങ്ങാട് SHOയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനം അപകടകരമാം വിധത്തിൽ വേഗത്തിൽ പാഞ്ഞ് സാക്ഷാലി മജിസ്ട്രേറ്റിന്റെ തന്നെ വാഹനത്തിന് അപകടം ഉണ്ടാകുന്ന രീതിയിൽ യാത്ര ചെയ്തതിനെ പറ്റിയിട്ട് ഇന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. എനിക്ക് മനസ്സിലാകാത്ത ഇവർ എവിടെ പോവുകയാണ്? ഇതെന്താ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണോ? എന്തിനെയാണ് ഇവർ ഭയപ്പെടുന്നത്? മുഖ്യമന്ത്രി ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയപ്പെടില്ല എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി നികുതി വർധനവ് നടത്തിയൊരു മുഖ്യമന്ത്രി എന്തിനാ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്ക് പാലക്കാട് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞ് വെളുപ്പിന് 3 മണിയാകുമ്പോ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ 7 പ്രവർത്തകരെ പല സ്ഥലത്തായി 10-20 പോലീസുകാരുടെ സംഘം വന്ന് വീട് വളഞ്ഞതോ തീവ്രവാദികളെയോ നക്സലൈറ്റുകളെയോ ഒക്കെ പിടിക്കുന്നത് പോലെയോ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പാലക്കാട്ടെ SI പറഞ്ഞത് MDMA കടത്തുന്നതിനേക്കാൾ ക്രൂരമായ കുറ്റമാണത്രേ കരിങ്കൊടി കാണിക്കുന്നത്. എന്നു തൊട്ട കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇവർക്ക് ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസായി മാറിക്കൊണ്ടിരിക്കുന്നത്? ആർക്കും ഒരു ഗുണം കിട്ടില്ല. ജനങ്ങളെയും പ്രതിഷേധത്തെയും ഒക്കെ ഇത്രയും ഭയപ്പെടുന്ന, ഇത്രയും വിറങ്ങലിച്ച് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന ഇത്തരത്തിലുള്ള നികുതി വർധനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇവർ പ്രതിഷേധം ചെയ്യാത്തവരാണോ ഷാനി? ഇവർ നടത്തിയതുപോലെയുള്ള സമര തോന്നിവാസങ്ങൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സംഘടന നടത്തിയിട്ടുണ്ടോ? CITയുടെ ഒരു സമരത്തിന്റെ പേരിൽ, ബസ് പണിമുടക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് മട്ടന്നൂരിൽ ബസ് കത്തിച്ച 4 സാധു മനുഷ്യന്മാരെ ചുട്ടുകൊന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അന്താരാഷ്ട്ര വിചക്ഷണനായ ശ്രീനിവാസൻ സാറിനെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം കാട്ടി അദ്ദേഹത്തിന്റെ കരണത്തടിച്ച പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? സെക്രട്ടേറിയറ്റിൽ 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ്, കേരളത്തിലെ ഭരണ സ്ഥിരാകേന്ദ്രത്തെ നിശ്ചലമാക്കിയിട്ടുള്ള ആളുകളല്ലേ ഇവർ? ഈ ആളുകൾക്ക് എന്നു തൊട്ടാണ് പ്രതിഷേധങ്ങൾ എന്ന് സമരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേറെ പരിഹാസമായും അതുപോലെ തന്നെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടേണ്ടതാണെന്ന് നമുക്ക് തോന്നുന്നത്? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന ഒരു കുടുംബം, ഇദ്ദേഹത്തിന്റെ അനിൽകുമാറിന്റെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള കുടുംബമാണ്. 4 വയസ്സുകാരിയായ കുട്ടിക്ക് പനി വല്ലാതെ കൂടിയിരിക്കുന്നു, ആ കുട്ടിക്ക് ഫിക്സ് വരെ വരും, സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് വേണം എന്ന് പറഞ്ഞു വാഹനം നിർത്തുമ്പോ ആ വാഹനം എടുത്തു മാറ്റാൻ പറയുകയാണ്. ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള എന്ന് പറയുന്ന സാമന്ത രാജ്യത്തിന്റെ പഴയ വ്യവസ്ഥയിലെ മഹാരാജാവൊന്നുമല്ലല്ലോ. ഇനി ഒരു കാര്യം ചെയ്യും, പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് പെരുമ്പറ കൊട്ടി മുഴക്കിക്കൊണ്ട് രാജാവ് എഴുന്നള്ളുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക, ആളുകളെല്ലാം വഴിമാറുമെന്ന് നമുക്ക് നോക്കാം. കേരള പോലീസ് ഫോഴ്സിനകത്ത് ഒരു സബ് ഇൻസ്പെക്ടർ ഇത്ര ധാർഷ്ട്യത്തോടുകൂടി ധിക്കാരത്തോടുകൂടി ഭീഷണിപ്പെടുത്തണമെങ്കിൽ അയാൾ പറയുന്നത് ഞാൻ ഈ മെഡിക്കൽ സ്റ്റോർ അങ്ങ് പൂട്ടിക്കുമെന്ന്. അങ്ങനെ മെഡിക്കൽ സ്റ്റോർ അങ്ങ് പൂട്ടിക്കുമെന്ന് പറയാനായിട്ട് ആ വഴിയിൽ നിന്ന് ആ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അയാൾക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണോ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം? അത് കറക്റ്റ്. മുഖ്യമന്ത്രി വരുമ്പോൾ മാത്രം ഈ അറിയിപ്പുകളുമില്ല, കടുത്ത ഗതാഗത നിയന്ത്രണമുണ്ട്. ഇതുപോലെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നതുപോലെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ഇത് ഇവന്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മുഖ്യമന്ത്രിക്ക് ആരെയും ഭയമില്ല. അങ്ങനെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കേരളം ഭരിക്കുന്നത്. അതിന് കാരണം അഹങ്കാരം ഉള്ളത് കൊണ്ടല്ല. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. 600 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു, 580 ഞങ്ങൾ നടപ്പാക്കി. അത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കൂടി പിന്നീട് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 900 കാര്യം പറയുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ള സതുദ്യമത്തിലാണ് ഈ സർക്കാർ. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? അതിൻ്റെ മികവുകളും നേട്ടങ്ങളും നമ്മുടെ രാജ്യത്ത് കേരളത്തിൻ്റെ മികവുകളായി, കേന്ദ്രത്തിൻ്റെ നീതി ആയോഗിൻ്റെ സർട്ടിഫിക്കറ്റുകളായി നമ്മുടെ കേരളത്തിലേക്ക് പ്രവഹിക്കുന്നു. അങ്ങനെ ഒരു മാതൃകാപരമായൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടികളിൽ ഈ പറഞ്ഞ പോലെ വാഹനങ്ങളിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അദ്ദേഹം എന്ന വാഹനത്തിന് പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ BD സതീശൻ പറഞ്ഞ 28-ഉം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ 40-ഉം ഞാൻ കണ്ടില്ല. ഇവരെങ്ങനെയായി എണ്ണുന്നത് എന്നുള്ളത് നമ്മുടെ ഗണിതശാസ്ത്രം തന്നെയാണ്. എനിക്കറിയില്ല. മലയാള മനോരമയുടെ തന്നെ ദൃശ്യങ്ങൾ എടുക്കുന്ന ക്യാമറാമാൻമാർ കോട്ടയത്തുണ്ടായിരുന്നു. അവരോട് ചോദിച്ചാൽ ആ എണ്ണമൊക്കെ കിട്ടും. ഇന്നലെ വന്ന വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ വണ്ടിയുടെ മുമ്പിൽ യാത്ര ചെയ്ത ആളാണ്.
അതുകൊണ്ട് എണ്ണമൊന്നും പറയാൻ എനിക്ക് അക്കാര്യത്തിൽ നേരമില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ചെന്നൊരു കോൺഗ്രസ്സുകാരൻ ഇടിക്കുന്നു. ആ ആള് കേടുകൂടാതെ തിരിച്ച് വീട്ടിൽ പോണേ പോലീസിന് സുരക്ഷ വേണം. മുഖ്യമന്ത്രിക്കല്ല സുരക്ഷ. മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുന്നവർക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ വീട്ടിൽ പോകണമെങ്കിൽ പോലീസ് അവിടെ വേണം. അതിനാ പോലീസ് നിൽക്കുന്നത്. കൊള്ളാം, നല്ല ഫ്രഷ് ഐഡിയ. പക്ഷേ ഒരു കുട്ടിക്ക് വിഷയമുണ്ടായി, ഫിക്സ് ഉണ്ടായി, അവരുടെ ബുദ്ധിമുട്ടുകൾ വളരെ ശരിയാണ്. അവിടേക്ക് പ്രത്യേകിച്ച് പ്രക്ഷോഭം നടക്കുന്നൊരു സ്ഥലത്ത്, അവിടെ കുറേ പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നൊരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ആകാംക്ഷയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അമിതമായി പെരുമാറിയിട്ടുണ്ടാവാം. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമലായിട്ടല്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി റോഡിൽ ജനങ്ങൾ കാത്തു കിടക്കുകയല്ല ഞങ്ങൾ കണ്ടത്. മുഖ്യമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ ജനങ്ങൾ നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. നിങ്ങൾ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നത് കൂടി ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അകമ്പടി വാഹനങ്ങൾ 15 ഉണ്ട്. 3 ആംബുലൻസുകളും ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനം, പിന്നെ ഒരു ബോംബ് ഡിറ്റക്ഷൻ വാഹനം അടക്കം. എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര വലിയ ക്രമസമാധാന പ്രശ്നം നേരിടുന്നുണ്ടോ? നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം. കേരളത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ ഇത്ര വലിയ സുരക്ഷാ സന്നാഹം വേണ്ടുന്നത്ര രീതിയിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ട് എങ്കിൽ 10-40 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെങ്കിലും ഒന്ന് സുരക്ഷിതമായി പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് ശ്രീ പിണറായി വിജയൻ അങ്ങ് വ്യക്തമാക്കിയാൽ മതി. പ്രശ്നം തീർന്നു. അതാ നല്ലത്. അനിൽകുമാറൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം കേട്ടോ. 2ാം തവണ ഇവരെ അധികാരത്തിലേക്ക് ഇരുത്തിയിരിക്കുന്ന, ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ ഇത് കേൾക്കണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. 2 രൂപ അവരുടെ മുകളിലേക്ക് നികുതി ബാധ്യത വർദ്ധിപ്പിച്ചതിന് ശേഷം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇവരുടെയൊക്കെ ധാർഷ്ട്യത്തിന്റെ വർത്തമാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നത്. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. കേരളത്തിലെ സാധാരണ നികുതിദായകരായിട്ടുള്ള ജനങ്ങളെ നിങ്ങൾക്ക് വഴിയിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഷോ കാണിക്കാനായിട്ടുള്ള എന്ത് അവകാശമാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയത്? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്തുകൊണ്ട് അറിയിപ്പ് കൊടുത്തുകൂടാ? മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ ഗതാഗത ക്രമീകരണം ഉണ്ടാകും ഇന്ന സമയത്ത് ഇന്ന വഴിയിൽ എന്ന് എന്തുകൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തുകൂടാ? സ്വപ്നയ്ക്ക് എപ്പോ വെളിപാടുണ്ടാകും, എപ്പോ ബിരിയാണി? താങ്കൾ ഈ ചോദ്യത്തിന് മറുപടി പറയൂ ശ്രീ അനിൽകുമാർ. ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ഈ ഗതാഗത കുരുക്കിൽ നിൽക്കുന്ന മനുഷ്യരെ പോലെ തന്നെ അത്രയും ക്ഷമ ഉണ്ടാകില്ലല്ലോ. ഈ ചോദ്യത്തിന് മറുപടി പറയും. എന്തുകൊണ്ട് ഗതാഗത ക്രമീകരണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് തന്നുകൂടാ? നികുതി വർധനവ് അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ. അതായത് നികുതി നിങ്ങൾ അടയ്ക്കാതിരിക്കണം, ഞങ്ങൾ നോക്കാം എന്ന് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇപ്പൊ തിരുത്തി പറയുക. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ വാക്കുകൾ ഇപ്പോൾ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നല്ലോണം എല്ലാവരും കേൾക്കുന്നുണ്ട് ശ്രീ അനിൽകുമാർ. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളുടെ പട്ടിക പോലീസിന്റെ പക്കലുണ്ട്. ആ പട്ടികയിൽപ്പെട്ട ആളുകളെ കരുത്തരങ്കിൽ വെക്കുന്നത് പുതിയ കാര്യമല്ല. കരിങ്കൊടി പ്രതിഷേധിക്കുന്നതാണോ കുറ്റകൃത്യം? നിങ്ങൾ ഇതുവരെ കരിങ്കൊടി കാണിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ അത് കുറ്റകൃത്യമായിരുന്നു. എങ്ങനെ പെരുമാറണം എന്നുള്ളത് കേരളത്തിലെ ഓരോ പോലീസുകാരനും എഴുതി കൊടുക്കാൻ പറ്റില്ല. എഴുതി കൊടുക്കണം ശ്രീ അനിൽകുമാർ. കേരളത്തിൽ പോലീസ് രാജല്ല. കേരളത്തിലെ ജനങ്ങൾ ഭരിക്കാൻ തെരഞ്ഞെടുത്തത് LDF സർക്കാരിനെയാണ്. രാഷ്ട്രീയ നേതൃത്വം ഭരണത്തിന് മുകളിൽ ഉണ്ടാകുന്നത് രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാനും പൗരന്റെ അന്തസ്സ് ഉറപ്പിക്കാനുമാണ്. നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ